വിചാരിച്ച പോലെ തന്നെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കാണുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി ഒരു ഫൺ മൂവിയാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായി ചെയ്തിട്ടുണ്ട്. അവരവരുടെ പാർട്ട് നല്ല ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള പടമാണ്, കാണുക. ഒരു പോയിന്റിൽ ഒരു ടേക്ക് ഓഫ് തുടങ്ങിയത് പിന്നെ സിനിമയ്ക്ക് താഴെ വരാൻ സമയമില്ല. അങ്ങനെ കയറി ഭയങ്കര ഹാപ്പി. നമുക്കൊരു ഫാമിലിയുടെ എല്ലാ ഇമോഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും അടിപൊളിയായിട്ട് സായിട്ടാണെങ്കിലും ചേച്ചി കളിച്ചേച്ചി അങ്ങനെ ഓരോരുത്തരും നമുക്ക് ആരും എടുത്ത് പറയാനില്ല. ചിലരെ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെ കുറേ നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഉണ്ട്. ചിരിച്ചിരിച്ച് കരഞ്ഞു. വ്യത്യസ്തമായൊരു റോളാണ് പറഞ്ഞത്. അടിപൊളിയായിരുന്നു. നമ്മളെ സായികുമാറിനൊക്കെ ഒരു ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ പടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിന് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഉറ്റുനോക്കുന്ന ചിലതരം വ്യക്തിത്വങ്ങളുടെ ഒരു ഇതിനകത്ത് കുറച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് പിന്നീട് നമുക്ക് തിരുത്താൻ പറ്റില്ല എന്നുള്ളൊരു മെസ്സേജ് സായികുമാർ, അതായത് ഭരതൻ എന്നുള്ള കഥാപാത്രത്തിലൂടെ ഒരു കൊച്ചു സിനിമയുടെ രൂപത്തിൽ കൊണ്ടുവന്നിട്ട് വലിയൊരു മെസ്സേജ് ഈ സിനിമയിലൂടെ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി സംവിധാനം സാധിച്ചിട്ടുണ്ട്. ഒരുപാട് പുതുമുഖങ്ങൾക്ക് നല്ല അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് നമുക്ക് ഭാവിയിൽ പ്രതീക്ഷയുണ്ട്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്, ഡബിങ് എല്ലാം നല്ല നിലവാരം പുറത്തുണ്ട്. നല്ല സംവിധാനവും ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാത്ത രീതിയിൽ നമ്മുടെ ഈ പടത്തിനോടൊപ്പം സഞ്ചരിക്കും. ഒരുപാട് മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന നല്ല നല്ല മുഹൂർത്തങ്ങളും ഈ സിനിമയുടെ ഭാഗമാണ്. പടം അതൊരു ഫാമിലി ഫീൽ ഗുഡ് കോമഡി എൻ്റർടൈനറായിട്ട് ഫീൽ ചെയ്തു. അതായത് പടത്തിന്റെ തുടക്കം തുടങ്ങിയത് കണ്ടപ്പോ ഒരു എന്തിട്ട് ലാഗുള്ള പടമായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ പടത്തിന്റെ ഒരു ഭാഗം തുടങ്ങി കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതായത് കോമഡി പ്ലേസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് എല്ലാ കോമഡിയും വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ സായികുമാർ ഇപ്പൊ സ്ഥിരം കഥാപാത്രങ്ങളാണെങ്കിലും സ്ഥിരം പോലത്തെ കഥാപാത്രമാണെങ്കിലും യാതൊരു തരത്തിലും മടുപ്പ് തോന്നിയില്ല. അത് പടത്തിന്റെ ആ കോമഡിയൊക്കെ പ്ലേസ് ചെയ്തിരുന്ന രീതി കൊണ്ട് തന്നെയാണ്. പിന്നെ അഭിനയിച്ച എല്ലാവരും സായികുമാർ മാത്രമല്ല ഇതിൽ ടിൻസായിട്ട് രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. അവര് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്.